നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞെന്നും പറഞ്ഞില്ലെന്നും പറഞ്ഞത് അങ്ങനെയല്ലെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതോ ഒരു ടെലിഫോൺ അഭിമുഖത്തിൽ എല്ലാവരും കണ്ടു കാണും നിങ്ങൾ, ഞാനങ്ങനെ അൻവറിനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ലെന്നും അൻവറിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അൻവറിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഒക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്നോടും അദ്ദേഹം പറഞ്ഞിരുന്നു അൻവറിനെക്കുറിച്ച് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന്. എന്നാൽ മറുനാടൻ മലയാളി അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ ആ ഭാഗം വീണ്ടും എടുത്ത് പുനഃസംപ്രേഷണം ചെയ്തു. അപ്പോൾ അതിൽ പറയുമ്പോൾ നേരിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഈ മതരാഷ്ട്രവാദിയും അതുപോലെയുള്ള എന്താ പറയുന്നത് മതതീവ്രവാദിയും ഒക്കെയായ KT ജലീലിനോടൊപ്പം കൂടിയ പക്കാ ക്രിമിനൽ കൂടിയായ മതരാഷ്ട്രവാദികളും എല്ലാവരും കൂടി ചേരുന്ന ജിഹാദികളെന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഇൻറ്റൻഷനും കണ്ടൻറ്റും ഒക്കെ അതിൽ വ്യക്തമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നതല്ല. ഞാനും അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്നിട്ട് പോലും കൃത്യമായി വിയോജിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടി വന്നിരുന്നു. അത് ആ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ സ്വാഭാവികമായി തോന്നിയ മനസ്സിൻ്റെ ഭാഷ്യത്തിൽ തന്നെയാണ് അത് സംസാരിച്ചത്. ഏതായാലും അദ്ദേഹത്തോടും ഈ പറയുന്ന ശൈലി തുടരുന്നവരോടും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജയശങ്കർ വക്കീൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനെ പണ്ട് കാലം മുതലേ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം മാധ്യമം ദിനപത്രത്തിൽ വാരികയിൽ രാജേശ്വരി എന്ന പേരിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിശകലനങ്ങളൊക്കെ കണ്ട് ആവേശം കൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അന്ന് ആ പത്രത്തിൽ എഴുതാൻ അല്ലെങ്കിൽ വാരികയിൽ എഴുതാൻ അവസരം തന്നത് തന്നെ ഒരു വിപ്ലവകരമായ സംഗതിയായിരുന്നു. കാരണം അന്ന് മാധ്യമപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് അന്നും ഇന്നും എന്നുമൊക്കെ മുതലാളിമാരെയും കാശ് തരുന്നവരെയും ഒക്കെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും അവർക്ക് വേണ്ടിയുള്ള സംഗതികൾ ചെയ്തും അവർ കഴിക്കുന്ന ലഡുവിൻ്റെയും ഇഡ്ഡലിയുടെയും വലിപ്പം കാണിച്ചുമൊക്കെയാണ് ഇതൊക്കെ തള്ളിക്കൊണ്ടു പോകുന്നത്. പിന്നെ ഒറ്റപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസുകൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ചിലരെ മാത്രം ഉന്നം വെച്ച് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എല്ലാ അവസരങ്ങളും നൽകി അങ്ങനെ അദ്ദേഹം പിന്നെ ഇന്ത്യ വിഷൻ ചാനലിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങയുടെ സ്വാഭാവികമായ ഒരു വളർച്ചയ്ക്ക് ഒരു പരിണിതിക്ക് പിന്നെ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങ് പഠിച്ചപ്പോൾ എടുത്ത ഡിഗ്രി എന്ന് പറയുന്നത് ഇസ്ലാമിക് ഹിസ്റ്ററി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പം അങ്ങയുടെ കൃത്യമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളായ മനുഷ്യരുടെയൊക്കെ ഒരു കരുതലും ശ്രദ്ധയും പിന്തുണയും സ്നേഹവും ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങയ്ക്കും ബോധ്യമുള്ളതാണ്. അങ്ങ് തന്നെ പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. അത്തരം സംഗതികളൊക്കെ തുടരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയി സഞ്ചരിച്ചു വരുമ്പോൾ ഈ യൂട്യൂബിനൊരു പ്രത്യേകതയുണ്ട്. അത് എനിക്കും സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങയോടും പറയുന്നത്. അപ്പോൾ അങ്ങ് പോയിരുന്ന് ചർച്ച ചെയ്യുന്ന ചാനലിൽ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ലൈനിൽ സംസാരിക്കുമ്പോൾ അങ്ങയുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണും, കയ്യടി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യടി കിട്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ കുളത്തിലിറങ്ങി ചിലപ്പോൾ പൂ പറിക്കാനൊക്കെ ചെല്ലുന്ന കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നത് പോലെ ഈ കര ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് നമ്മൾ താഴേക്ക് പോകുന്നത് നമ്മൾ അറിയാതെ പോകും. എനിക്കത് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ സമുദായത്തിനകത്തുള്ള വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ വളരെ തീവ്രമായി ലഹരി പോലെ ഇങ്ങനെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ കുറേ വിഷയങ്ങൾ പറയുന്നു, നമ്മളെ കുറച്ച് പേര് എതിർക്കുന്നു. ആ എതിർക്കുന്നവരോട് അതിനേക്കാൾ വാശിയോടെ മറുപടി പറയുന്നു. ആ വാശിയോടെ മറുപടിയിൽ കമൻറ്റുകൾ കാണുമ്പോൾ അനുകൂലിച്ചുള്ള കമൻറ്റുകൾ കാണുമ്പോൾ ആവേശം തോന്നുന്നു. പിന്നെ എതിർക്കുന്ന കമൻറ്റുകൾ കാണുമ്പോൾ വീണ്ടും വൈരാഗ്യത്തോടെ പറയുന്നു. അങ്ങനെ നമ്മൾ അങ്ങയുടെ ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകമായ ദിശയിലൂടെ അങ്ങ് പോവുക. നമ്മൾ ആ ദിശ മാറുന്നതൊന്നും നമ്മൾ അറിയുന്നതേയില്ല. ആ ദിശയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് അങ്ങ് മുന്നോട്ട് പോയി ഒരു ഘട്ടം വരുമ്പോൾ ഒരു കാര്യവുമില്ലാത്ത വ്യക്തിപരമായ വിരോധങ്ങൾ തീർക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചർച്ചകൾ എത്തിച്ചേരും. ജയശങ്കർ വക്കീൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു സംഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായി അങ്ങ് ഓർക്കേണ്ടതാണ്. അങ്ങ് പരാമർശം നടത്തിയ താഹ എന്ന് പറയുന്ന മുൻസിഫിനെ കുറിച്ചായാലും PV അൻവറിനെ കുറിച്ചായാലും KT ജലീലിനെ കുറിച്ചായാലും പിന്നെ അങ്ങ് സ്ഥിരം പരാമർശിക്കുന്ന മൗദൂദി ചാനൽ, അടുപ്പ് കൂട്ടി ചർച്ച എന്നൊക്കെ പറയുന്നത് സ്ഥിരമായി അങ്ങനെ ജയശങ്കർ വക്കീലിനെ പോലെ ഒരാൾ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. പരാമർശിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. എന്ന് മാത്രമല്ല, ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിലോ അത്തരം കാര്യങ്ങളിലോ നിൽക്കുമ്പോൾ നമ്മൾ ഇടവും വലവും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എല്ലാം നമ്മൾ പറഞ്ഞു പോകണം. അല്ലെങ്കിൽ അതിൽ ഒരു ന്യായമില്ലാതാവും. എനിക്ക് സംഭവിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. ഞാനത് തിരിച്ചറിഞ്ഞു. ഞാനത് ഒരു ഘട്ടത്തിലങ്ങ് അടമൻ്റായ ഒരു സുന്നി വിരോധിയായി മാറുന്നത് പോലെ ഏത് ക്ലിപ്പുകളെയും അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി. പിന്നെ ആ ക്ലിപ്പുകൾ അയച്ചു തരുന്നവരുടെ താല്പര്യം കൂടി ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ അക്കാര്യത്തിലൊരു ചേഞ്ച് ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ അൻവറിനെ ആകട്ടെ, അല്ലെങ്കിൽ KT ജലീലിനെ ആകട്ടെ, മൗദൂദി പത്രത്തിനെ ആകട്ടെ, അടുപ്പുകൂട്ടി ചർച്ചയിലാവട്ടെ, അതിനെ മാത്രം അങ്ങ് കേന്ദ്രീകരിച്ച് നിൽക്കേണ്ട ഒരാളാണോ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഇത്രയും നാൾ കൊണ്ട് അങ്ങ് രൂപപ്പെടുത്തി കൊണ്ടുവന്ന അങ്ങയുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്? അതുകൊണ്ട് അതിൽ നിന്ന് അങ്ങയ്ക്കൊരു വിടുതൽ വേണമെങ്കിൽ അങ്ങയുടെ തന്നെ ഒരു വിൻഡോ തുറന്ന്
ജയശങ്കർ വക്കീൽ സംസാരിക്കുന്നതായി തന്നെ സംസാരിക്കണം. ഏതെങ്കിലും ഒരു ചാനലിന് വേണ്ടിയോ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയോ സംസാരിച്ച് പോകുന്നത് അറിയാതെ പോകും. അവിടെയാണ് ഈ വരുന്നത്. അങ്ങ് പറഞ്ഞു പോയിട്ടുള്ള സബ്ജക്റ്റുകളെ ആകെ എടുത്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മളെ വ്യക്തിപരമായി പരിഹസിക്കുന്നവരെ വേണം നമ്മളും തിരിച്ച് അതേ നാണയത്തിൽ പരിഹസിക്കാൻ. അങ്ങനെ അല്ലാത്തവരെ വളരെ ആഴത്തിൽ ഡീപ്പായി നമ്മൾ പരിഹസിക്കരുത്. അതിൻ്റെ കാര്യമില്ല. കാരണം നമ്മളെ വ്യക്തിപരമായി എന്തെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ വളരെ പേഴ്സണൽ റിവെഞ്ചോടെ കൃത്യമായി മറുപടി പറഞ്ഞു. ആരും ഒന്നും പറയൂല എന്നെ ഇങ്ങനെ പറഞ്ഞതിന് പകരമാണെന്നുള്ള രീതിയിൽ. അതല്ലാതെ ഒരു സംഭാഷണം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും അതങ്ങനെ വേണം. പിന്നെ പി വി അൻവറിനോട് പറയാനുള്ളത്, അദ്ദേഹം താങ്കളെ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അദ്ദേഹം എന്തു പറഞ്ഞാലും ഉദ്ദേശിച്ചില്ല എന്ന ഒരു സംഗതിയിൽ തന്നെ അതിനെ കാണുകയും ഈ പറഞ്ഞ ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, ഒരു പേഴ്സണൽ അറ്റാക്ക്, ഒരിക്കലും ഒരു സ്വീകാര്യമല്ലാത്ത വളരെ മോശമായ പദങ്ങൾ ഉപയോഗിച്ചുള്ള അത്തരം സംഗതികൾ അങ്ങും തിരുത്തുകയും ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഒരു പേഴ്സണൽ റിവെഞ്ച് അങ്ങേക്കും ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അത് ഏത് മുന്നണിക്കെതിരെയായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയായാലും അതിൻ്റെ എക്സ്ട്രീമിൽ ചെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ അതിൻ്റെ അവരുടെ ഒരു കരൾ ചവച്ച് തുപ്പുന്നത് പോലെ ആണ് ചിലപ്പോൾ സംസാരിച്ചു പോരുന്നത്. എനിക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാനൊന്നും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടുള്ള ഒരു ടവറിങ് പേഴ്സണാലിറ്റി ഒന്നും ആണെന്ന് അവകാശപ്പെടുന്ന ഒരാളല്ല. പിന്നെ എനിക്കത് ബോധ്യപ്പെട്ടാൽ ഞാൻ തിരുത്താറുണ്ട്, വീഡിയോകൾ പിൻവലിക്കാറുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്യുമ്പോഴും, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളൊക്കെ നിങ്ങൾ വേറൊരു രൂപത്തിലേക്കായി പറയുന്നതാണ്. നിങ്ങൾ ഒന്ന് പറയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആരോടെങ്കിലും 2-3 പേരോടൊന്ന് സംസാരിച്ച് അത് പറയാമോ എന്ന് ഉറപ്പുവരുത്തി പറഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സംഗതിയൊക്കെയും വളരെ മാന്യമായും വളരെ പോസിറ്റീവ് വൈബോടുകൂടിയും നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഉണ്ടാകേണ്ടത്. അതാണ് ആരോഗ്യകരമായത്.